നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. കേരള നിയമസഭയിലെ ബി.ജെ.പിയുടെ പുതിയ നേമം എം എൽ എയും ബി.ജെ.പി അധ്യക്ഷനുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർജി മലയാളത്തില് പ്രസംഗിച്ചതിനെ കളിയാക്കുന്ന കുറെ കമ്മികൊങ്ങികളെ കണ്ടു. അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് മലയാളം മാത്രമേ അറിയാതെയുള്ളൂ. അതും ഏകദേശം അദ്ദേഹത്തിന് ആശയവിനിമയം നടത്താനുള്ള ഭാഷാ ജ്ഞാനമുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഈ മലയാളത്തിലല്ലാതെ വേറെ എന്തിലെങ്കിലും ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ കേരളം വിട്ടാൽ നിങ്ങൾ എന്ത് ഭാഷ പറഞ്ഞ് മറ്റുള്ളവരോട് സംസാരിക്കും? അദ്ദേഹത്തിന് ഇനി അഥവാ മലയാളത്തിൽ അവിടെ അവതരിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ പകരം അദ്ദേഹത്തിന് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അവിടെ അവതരിപ്പിച്ചാൽ മനസ്സിലാക്കേണ്ടവരാണ് അവിടെ ഇരിക്കേണ്ടവർ. പക്ഷെ നിങ്ങൾക്ക് അതിന് സാധിക്കുമോ? അതുകൊണ്ട് കൂടുതൽ അങ്ങ് കളിയാക്കരുത്. അദ്ദേഹത്തിനെ പോലെ കഴിവുള്ള ഒരു വ്യക്തിയെ പരിഹസിക്കുന്നവര് സ്വയം പരിഹാസ്യരാവുകയാണ്. കാരണം ദ പേഴ്സൺ യു ആർ മേക്കിംഗ് ഫൺ ഓഫ് ഇസ് മച്ച് ബെറ്റർ ദാൻ യു. അതറിയാം നിങ്ങൾക്ക്. കാരണം നിങ്ങൾ കളിയാക്കുന്ന വ്യക്തി നിങ്ങളെക്കാളും കഴിവുള്ളവരാണ്. അങ്ങനെയുള്ളവരെ കളിയാക്കാൻ പോയി കഴിഞ്ഞാൽ അപഹാസ്യരാകുന്നത് നിങ്ങൾ മാത്രമാണ്, അദ്ദേഹമല്ല. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ഭാഷകൾ അറിയാം. നിങ്ങൾ ഒരു കാലത്ത് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തുകൊണ്ട് നടന്നപ്പം അദ്ദേഹം കമ്പ്യൂട്ടറിൽ പുതിയതായിട്ട് സെല്ലുലർ ഡാറ്റ ഉണ്ടാക്കി ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, അദ്ദേഹം കോടികൾ ഉണ്ടാക്കിയ ഒരു വ്യവസായിയാണ്. എല്ലാം കൊണ്ടും വിജയിച്ച ഒരു വ്യക്തിയാണ്. നിങ്ങൾ വ്യവസായങ്ങൾ പൂട്ടിക്കാൻ നടന്ന കാലത്ത് അദ്ദേഹം വ്യവസായങ്ങൾ തുടങ്ങി അതിൽ വിജയിച്ച് 100 ഇരട്ടി പൈസ ഉണ്ടാക്കിയ വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കളിയാക്കാൻ പോകുമ്പോൾ ഒന്ന് ആലോചിക്കുക. സ്വയം അപഹാസ്യരാകരുത്. സം പീപ്പിൾ വിൽ നെവർ ലൈക്ക് യു ബിക്കോസ് യുവർ സ്പിരിറ്റ് വിൽ ഇറിറ്റേറ്റ് ദെയർ ഡെമോൺസ് എന്ന് പറയും. ചില ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യം അവരിലുള്ള ചെകുത്താന്മാരെ അസ്വസ്ഥപ്പെടുത്തും. അതാണ് നിങ്ങളുടെ പ്രശ്നം.